കേട്ടപ്പോൾ ആദ്യം തോന്നിയത് ഇതൊരു ട്രോളാണ് എന്നാണ്. പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ട്രോളല്ല എന്ന്. എന്താണ് കാര്യം എന്നല്ലേ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വാഗമണിൽ വനവാസം എന്ന പേരിലുള്ള റിസോർട്ട് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. വനവാസം എന്ന പേര് വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഇത് ട്രോളാണ് എന്ന് കരുതിയത്. അതുമാത്രമല്ല, വി.ഡി. സതീശൻ ഇപ്പോൾ ട്രക്കിങ്ങിലാണ്. അദ്ദേഹം ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ട്രക്കിംഗ് നടത്തുന്നു, റിസോർട്ടുകളിൽ താമസിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ട്രോളാണ് എന്ന് കരുതിയത്. പിന്നീട് ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ മനസ്സിലായി ട്രോളല്ല എന്ന്. കാണാം ആ ദൃശ്യങ്ങൾ. ഇന്ന് രാവിലെയാണ് വാഗമണ്ണിൽ വനവാസം എന്ന റിസോർട്ടിന്റെ ഉദ്ഘാടനം നടന്നത്. ഇന്ന് എന്ന് വെച്ചാൽ 2026 ഏപ്രിൽ 18 രാവിലെ. വനവാസം എന്ന പേര് തന്നെ വിവാദവും ചർച്ചയുമാകുന്നത് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വി.ഡി. സതീശന്റെ ഇപ്പോഴത്തെ ഇടുക്കി ജില്ലയിലെ യാത്ര തന്നെ ട്രോളായി മാറിയിട്ടുണ്ട് നേരത്തെ. അതുകൊണ്ട് തന്നെയാണ് വനവാസം എന്ന റിസോർട്ട് കൂടി ഉദ്ഘാടനം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ട്രോളാണ് എന്ന് ആദ്യം കരുതിയത്. ഈ റിസോർട്ട് മുൻ കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധുവിൻ്റെ കൂടിയാണ്. മുൻ വനം മന്ത്രി കെ.പി. വിശ്വനാഥൻ്റെ സഹോദരിയുടെ മകൻ അശ്വിൻ്റേതാണ് വനവാസം റിസോർട്ട്. വലിയ സ്വീകരണമാണ് ഉദ്ഘാടന സമയത്ത് വി.ഡി. സതീശന് നൽകിയിരിക്കുന്നത്. വലിയ ഫ്ലോക്സ് വെച്ചിട്ടുണ്ട്. ജനനേതാവിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുണ്ട്. അതിനുശേഷം വി.ഡി. സതീശൻ കാറിൽ വരുന്ന സമയത്ത് പടക്കം പൊട്ടിച്ചാണ് സ്വീകരിക്കുന്നത്. അതിനുശേഷമാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. വനവാസം എന്ന റിസോർട്ടിൻ്റെ വലിയ ബോർഡൊക്കെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനും കഴിയും. അതുകൊണ്ട് കൂടിയാണ് ഇത് ട്രോളല്ല എന്ന് ഉറപ്പിച്ചത്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ്. കാരണം വനവാസം വി.ഡി. സതീശൻ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റിയ വാക്കായതുകൊണ്ട് തന്നെയാണ്. ഇലക്ഷൻ റിസൾട്ട് വരാൻ പോകുന്നു. അതിനിടയിൽ വനവാസം എന്നത് വീണ്ടും ചർച്ചയായി മാറുന്നു. വൻ ഭൂരിപക്ഷത്തിന് UDF ജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയം മതിയാക്കി വനവാസത്തിന് പോകുമെന്ന വി.ഡി. സതീശൻ പറഞ്ഞ വാക്ക് പാലിക്കുമോ എന്ന ആകാംക്ഷയുണ്ട്. UDF വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ UDF നേതാക്കൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത്തരം ചർച്ചകൾ സജീവമായി നടക്കുന്ന ഘട്ടത്തിലാണ് ഇതിലൊന്നും പങ്കെടുക്കാതെ ഞാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വനവാസത്തിന് പോയിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. അത് വലിയ ചർച്ചയായി കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്. കെ സുധാകരൻ രംഗത്ത് വരുന്നു. വി.ഡി. സതീശന് വേണ്ടി വലിയ തോതിൽ സോഷ്യൽ മീഡിയ പ്രചാരണം നടക്കുന്നു. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ വി.ഡി. സതീശന് വേണ്ടി രംഗത്ത് വരുന്നു. അതോടുകൂടി വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി വരും എന്ന ചർച്ചകൾ നന്നായി നടക്കുന്ന, നല്ല രീതിയിൽ നടക്കുന്ന സമയത്തു കൂടിയാണ് വനവാസം റിസോർട്ട്, വി.ഡി. സതീശന്റെ വനവാസം എന്ന വാക്ക് ഒക്കെ വീണ്ടും വലിയ ചർച്ചയായി മാറുന്നത്.